ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്ക് കുറേ നാളായിട്ടല്ല കുക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ട്. അപ്പോൾ നമുക്കിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അൽഫാം മന്തിയാണ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മന്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ, ഒനിയൻ, ജിഞ്ചർ ഗാർലിക്, ചില്ലിയും മാഗി ക്യൂബ്, പിന്നെ കുറച്ച് ചെറിയ ജീരകം, അതുപോലെ തന്നെ ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പേസ്റ്റിലേക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു നാരങ്ങയുടെ നീരും കൂടെ നമുക്കതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് എല്ലാം കൂടെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് നന്നായിട്ട് മിക്സ് ആകുന്നവരേക്ക് നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ആക്കി വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ മാരിനേറ്റിന് വേണ്ടിയിട്ടുള്ള പേസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അൽഫാമിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ രീതിയിലുള്ള പീസസ് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് വരഞ്ഞും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മസാല അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മസാല മുഴുവനും ആ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊരു ഓവർനൈറ്റ് മാക്സിമം വെക്കുക, ഇല്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചിട്ട് നല്ല കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് മുഴുവനായിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതിന് ഓവനെല്ലാം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടൈമെല്ലാം സെറ്റ് ചെയ്ത് അതങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ആ ഒരു ടൈമിൽ ചിക്കൻ ഒന്ന് ആകുന്ന ടൈമിൽ നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതൊരു ഭാഗം കുക്കായതിന് ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മന്തി റൈസിന് വേണ്ടിയിട്ടുള്ള അരി അളന്നെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാനൊരു 3.5 ഗ്ലാസ് അരിയാണ് ഇപ്പോൾ അളന്നെടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഒരു അടികട്ടിയുള്ള പാനിൽ നമ്മൾ എന്തിലാണോ റൈസ് കുക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുത്തിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. പിന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പു, അതുപോലെ തന്നെ മല്ലിയില, മൊത്തം മല്ലിയും അതുപോലെ തന്നെ കുരുമുളകും കൂടെ മുഴുവനായിട്ടുള്ളത് അതെല്ലാം കൂടി ഇട്ട് പൊട്ടിയതിന് ശേഷം ചെറിയൊരു ക്യാപ്സിക്കവും ചെറിയൊരു ഒനിയനും കൂടെ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് വഴട്ടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം 3 മുഴുവനായിട്ടുള്ള മാഗി ക്യൂബും കൂടെ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് സെപ്പറേറ്റ് ഇനി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മാഗി ക്യൂബിനകത്ത് നല്ല ആവശ്യത്തിന് അത് ഉപ്പുണ്ട്. റൈസെല്ലാം ഇടുന്നതിന് തൊട്ട് മുന്നേയായിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചോറിൽ ഓവറായിട്ട് അങ്ങ് ഉപ്പെടുത്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ അരി ഇളന്ന ആ ഒരു അളവിന് തന്നെ ഇരട്ടി വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ റൈസ് കുതിർത്തൊന്നും വെച്ചിട്ടില്ല, കഴുകി അങ്ങ് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ അൽഫാമിൻ്റെ ഒരു ഭാഗം അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം വെച്ച ആ ഒരു ടൈമിൽ തന്നെ പുറത്ത് തിരിച്ചിട്ടതും കൂടെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഒരു 40 മിനിറ്റാണ് നമ്മൾ ഓവനിൽ 1 സൈഡ് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഇനി അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ടൈം തന്നെ അപ്പുറത്തെ സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ പച്ചമുളക് കുത്തിയെടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് പാലിലേക്കാണ് കേട്ടോ കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് റെഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ചാർക്കോളും കൂടെ ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ചെയ്യാഞ്ഞത്. പിന്നെ നമ്മുടെ റൈസ് വേകുന്ന ആ ഒരു ടൈമും കൊണ്ട് നമുക്കൊരു നമ്മുടെ ഇതിലേക്ക് ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബോള, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, മല്ലിയില
പിന്നെ കുറച്ച് ഉപ്പ്, നാരങ്ങാനീര് ഇല്ലെങ്കിൽ വിനാഗിരിയും കൂടെ ഇട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് പേസ്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈഡായിട്ടുള്ള ഇതും മന്തിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അൽഫാം മന്തി കേട്ടോ. അപ്പം ഓരോരുത്തരും ചെയ്യുന്നത് ഓരോരോ ഡിഫറെൻറ്റ് മെത്തേഡിലായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പം ആ ഒരു ടൈമിലേക്ക് നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്, അങ്ങനെ റൈസും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. റൈസ് റെഡിയായതിന് ശേഷം നമ്മുടെ ആ ഒരു അൽഫാം ചിക്കനും കൂടെ റൈസിലേക്ക് വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മന്തിയൊക്കെ തയ്യാറാക്കി നോക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി വെക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം മന്തി റെഡിയാണ് കേട്ടോ. ഈ ഒരു മന്തിയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ അൽഫാം തന്നെയാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാരിനേഷൻ പേസ്റ്റാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.